ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഇൻട്രോഡക്ടറി സ്പീച്ചിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻട്രോഡക്ടറി സ്പീച്ച്. സാറേ, ഇൻട്രൊഡ്യൂസിങ് എ പേഴ്സൺ അല്ലെ. നോക്കൂ നിങ്ങൾ, രത്ന വാസ് സുധാമൂർത്തിസ് കൊളീഗ് അല്ലെ. രത്ന സുധാമൂർത്തിന്റെ കൊളീഗ് ആയിരുന്നു ഇൻ ദ ഏർലി ഫേസ് ഓഫ് ഹർ കരിയർ അല്ലെ, കരിയറിന്റെ തുടക്കത്തിൽ. അതിനുശേഷം നൗ സുധാമൂർത്തി ഈസ് എ സക്സസ്ഫുൾ ബിസിനസ് വുമൺ. ഇപ്പൊ സുധാമൂർത്തി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് വുമൺ ആയിട്ടുണ്ട് കേട്ടോ. ഇമാജിൻ, നിങ്ങളോട് സങ്കല്പിക്കാനാണ് ദാറ്റ് സുധാമൂർത്തി ഇൻവൈറ്റ്സ് രത്ന, തന്റെ കൊളീഗ് ആയിട്ടുള്ള രത്നനെ ഇൻവൈറ്റ് ചെയ്യുന്നവർക്ക് ടു ഹർ ഓഫീസ്, അവളുടെ ഓഫീസിലേക്ക്, ആൻഡ് ഫെലിസിറ്റേറ്റ്സ് ഹർ ഫോർ ഹെർ സെൽഫ്ലെസ് സർവീസ്. എന്നിട്ട് ഈ രത്ന ചെയ്തിരുന്ന ആ സെൽഫ്ലെസ് സർവീസിലായിരുന്ന ഒന്നും പ്രതീക്ഷിക്കാത്ത സർവീസിന് എന്ത് ചെയ്യാണ് ആശംസ അർപ്പിക്കുകയാണ് ടു മാൻകൈൻഡ് അല്ലെ. ജനങ്ങളോട് അദ്ദേഹം അല്ലെ ഒന്നും പ്രതീക്ഷിക്കാൻ രത്ന ചെയ്ത സർവീസിലായിരുന്നോ, അതിനെന്ത് ചെയ്യാണ് ഒരു ഫെലിസിറ്റേഷൻ കൊടുക്കുകയാണ്. ഹൗ വുഡ് സുധാമൂർത്തി ഇൻട്രൊഡ്യൂസ് ഹർ അല്ലെ, എങ്ങനെയായിരിക്കും രത്നനെ നമ്മൾ സുധാമൂർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുക? അപ്രീഷിയേറ്റ് ഹർ അല്ലെ, വർക്ക് എങ്ങനെയായിരിക്കും അവളുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുക? ഡ്രാഫ്റ്റർ സ്പീച്ച്. സുധാമൂർത്തി പറയാൻ സാധ്യതയുള്ള ഒരു സ്പീച്ച് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് നോക്കിക്കോളൂ നിങ്ങൾ. ഇതാണ് അതിന്റെ ഒരു കോമൺ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇൻട്രൊഡക്ടറി സ്പീച്ചിന്റെ എന്താണ് കോമൺ ഫോർമാറ്റ് ആട്ടോ മക്കളെ. എന്ത് പേഴ്സൺ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കോമൺ ഫോർമാറ്റ്. വെരി ഗുഡ്. ശ്രദ്ധിച്ചോളൂ, ബോർഡ് ചില സമയത്ത് ഒരു പണി തരുന്നുണ്ട്, നോക്കിക്കോളൂ. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ആൻഡ് ഓഫ് ഓഫ് ദി ഡൈസ്, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അല്ലെ നേതാക്കന്മാരെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അല്ലെ, എല്ലാവർക്കും അറിയാൻ പറ്റും. ഗുഡ് മോർണിംഗ്. ഇറ്റ് ഈസ് അവർ പ്ലഷർ. ഇത് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു സംഗതിയാണ് ടു ഇൻട്രൊഡ്യൂസ് ബിഫോർ യു, നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ആരെ? ദ ഗ്രേറ്റ് ആൻഡ് അക്ലൈംഡ് പേഴ്സൺ. ഒരു മഹത് വ്യക്തി. ആരാണ്? ഫോർ ഹിസ് അല്ലെങ്കിൽ ഹെർ അല്ലെ. നമ്മൾ രത്ന ആയതുകൊണ്ട് ഫോർ ഹെർ സർവീസ് ടു ദി സൊസൈറ്റി, അവളുടെ സർവീസ് ആർക്കുള്ള സമൂഹത്തിനുള്ള അല്ലെ. ആരാണ് പേര്? മിസ്സസ് രത്ന. ക്ലിയർ. ഈസ് an eminent personality. അവൾ എന്താണ്? ഒരു എമിനന്റ് പേഴ്സണാലിറ്റി ആണ്. വിത്ത് ഹെർ ഗ്രേറ്റ് ജേർണി ഓഫ് ലൈഫ്, ജീവിതത്തിലുള്ള ആ ഒരു യാത്രയിൽ അല്ലേ. ശ്രദ്ധിച്ച് കേട്ടോളൂ. പിന്നെ നമ്മൾ ഇന്ന് രത്നനെ കുറിച്ച് എന്ത് ചെയ്യണം, ഇവിടെ കുറച്ച് പോയിന്റ് എഴുതി കൊടുക്കണം. ഇവിടെ എന്ത് എഴുതും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തരുന്നുണ്ട്. നോക്കിക്കോളൂ. നെക്സ്റ്റ് അവസാനം പറയാനുള്ളത്, ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് എക്സ്പ്രസിംഗ് മൈ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് സച്ച് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. ഇങ്ങനെ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റീനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, വളരെ സന്തോഷം, എനിക്ക് താങ്ക് യു എന്ന് പറഞ്ഞാൽ നിർത്തുക. ബിഫോർ ദാറ്റ് ഈ മിഡിലിൽ കൊടുക്കാനുള്ള കുറച്ച് പോയിന്റ് ആട്ടോ ഞാനിവിടെ പറയുന്നത്. ഷീ ആൻഡ് ഐ വർ കൊളീഗ് എ ഫ്യൂ ഇയേഴ്സ് അഗോ അല്ലെ. ഞാനും അവൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആളുകളായിരുന്നു അല്ലെ. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ ക്വസ്റ്റ്യൻ തന്നെ കിട്ടൂലേ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഐ ഹാവ് ലേൺഡ് എ ലോട്ട് ഫ്രം രത്ന. ഞാൻ രത്നയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് പ്രോബബ്ലി ദാറ്റ് ഇസ് വൈ ഐ ആം നൗ ഏബിൾ ടു റൺ ദിസ് ബിഗ് ബിസിനസ്. ഒരു പക്ഷെ അത് കാരണമായിരിക്കും എനിക്ക് ഇന്ന് ഈ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ റൺ ചെയ്യാൻ പറ്റുന്നത്. രത്ന വാസ് എൻ എക്സാമ്പിൾ ഓഫ് ഹ്യൂമൻ ഹെറഗലൂസ് ഇൻ ദ സെൻസ് അല്ലെ. ഒരു എക്സാമ്പിൾ ആണ്, ഹ്യൂമൻ ഹെറഗലുവിന്റെ എക്സാമ്പിൾ ആണ് ആര്, നമ്മൾ രത്ന എന്ന് പറയുന്നത്. ഇൻ ദ സെൻസ് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഷീ ഹെൽപ്ഡ് ടയേർഡ് ആൻഡ് മിസറബിൾ പീപ്പിൾ അല്ലെ. അവൾ എന്ത് ചെയ്യുന്നു, വളരെ ക്ഷീണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദുഃഖത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ടു റീഗെയിൻ ദെയർ എനർജി, അവരുടെ എനർജി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാ? പേഷ്യൻലി ലിസണിങ് അല്ലെ, വളരെ ക്ഷമയോടുകൂടി ലിസൺ ചെയ്തുകൊണ്ട് ടു ദെയർ പ്രോബ്ലംസ്, അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമാര് നമ്മൾ രത്ന എന്ന് പറയുന്നത് കേട്ടോ. എവറിഡേ, എല്ലാ ദിവസവും ഡ്യൂറിങ് ലഞ്ച് അവർ, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ലഞ്ചിന്റെ ടൈമിൽ ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺസ് അല്ലെ. അവൾ കുറച്ച് ആളുകളുടെ മുന്നിലിരിക്കും. ഇൻ വൺ ഓഫ് ദി റൂംസ് അല്ലെ, ഏതെങ്കിലും റൂമിലെ ചാറ്റിംഗ് വിത്ത് ദം അല്ലെ. അവരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് ആണാവാം പെണ്ണാവാം. ഷീ ഹിയേഴ്സ് പീപ്പിൾ, അവൾ കേൾക്കൽ എങ്ങനെയാണെന്ന് അറിയോ? വിത്ത് സിമ്പതി, വളരെ സിമ്പതിയോട് കൂടി. ആൻഡ് നോ ജഡ്ജ്മെന്റ്. എങ്ങനെയാണ് വിത്തൗട്ട് ജഡ്ജ്മെന്റോട് കൂടി കേൾക്കും. വെൻ സംബഡി ടോക്ക് അബൌട്ട് ഹിസ് വറീസ്, ആരെങ്കിലും ഒരുത്തന്നെ തന്റെ ദുഃഖത്തെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് റിലീവ്സ് ഹിം എ ലോട്ട്. അദ്ദേഹത്തിന് ഇപ്പം എന്ത് ചെയ്യുന്ന അറിയോ, ഉള്ളിലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു സമാധാനം കിട്ടും. റെഡി അല്ലേ? നെക്സ്റ്റ്, രത്ന നെവർ റിവീൽഡ് ഇറ്റ് അല്ലെ. രത്ന ഒരിക്കലും എന്ത് ചെയ്യില്ല, പറയില്ല ടു അതേഴ്സ് വാട്ട് പീപ്പിൾ ടോൾഡ് ഹർ. ഓളോട് പറഞ്ഞ ഒരു കാര്യം ഓളം ചെയ്യില്ല, മറ്റൊരാളോട് എന്ത് ചെയ്യില്ല, തുറന്നു പറയില്ല. ദിസ് വേ രത്ന ഹെൽപ്ഡ് പീപ്പിൾ ടു ബി റിലീവ്ഡ്. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, രത്ന മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം നൽകിയിരുന്നത്. ആൻഡ് ഗോ ഓൺ വിത്ത് ദെയർ ജേർണി ഓഫ് ലൈഫ്. അങ്ങനെയാണ് അവരൊക്കെ എന്ത് ചെയ്തത്, അവിടെ ഉള്ള ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്ന ആളുകളൊക്കെ അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് ഗോ ഓൺ എന്നാണ് കണ്ടിന്യൂ ചെയ്തത്. ദിസ് വേ, ഈ ഒരു വഴിയിൽ ഷീ വാസ് സെർവിങ് എ പീപ്പിൾ ഇൻ ഹെർ ഓൺ വേ. ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നത്
ചെയ്തിരുന്നത്, സഹായിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതാണ് അവളുടെ ഒരു വഴി. സോ ഐ കൺക്ലൂഡ് മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എക്സ്പ്രസിംഗ് മൈ പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് സച്ച് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാണെന്ന് ചെയ്യാൻ പറ്റും. താങ്ക് യു പറഞ്ഞ് നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. താങ്ക് യു വെരി മച്ച് മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമുക്കൊരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. താങ്ക് യു വെരി മച്ച്. ബൈ.